വടാപ്പാവോ 2 വടാപ്പാവോ കഴിച്ചാണ് ഞങ്ങളൊക്കെ പട്ടിണി മാറ്റിയിരുന്നത്. ഇവിടുത്തെ ഒരു വളർച്ചയിൽ മലയാളികളുടെ ഒരു പങ്കെന്താ? തീർച്ചയായിട്ടും മലയാളികൾ എപ്പോഴും നാട് വിട്ടു കഴിഞ്ഞാൽ അധ്വാനിക്കാൻ കഴിവുള്ളവരാണ്. അത് സമ്മതിക്കണല്ലേ. മുകേഷ് അംബാനിയുടെ വീട്ടിൽ വർക്ക് കിട്ടുന്ന മലയാളി കോൺട്രാക്ടർമാരിൽ വിരലെണ്ണാവുന്ന ഒരു കോൺട്രാക്ടർ ആകാനുള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട്. നമസ്കാരം. ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബ്രില്യൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ ജോബി ജോസഫ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. അദ്ദേഹം കോട്ടയം പുതുപ്പള്ളിക്കാരനാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. കോട്ടയം പുതുപ്പള്ളിക്കാരനെ ഇവിടെ വെച്ച് വീണ്ടും കണ്ടിരിക്കുകയാണ് വലിയ സന്തോഷത്തോടു കൂടി. ഇനി നാടെവിടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലേ? അല്ല, ഉമ്മൻചാണ്ടിയുടെ സ്ഥലം എന്ന് പറയുമ്പോൾ തന്നെ അതെ, അതിനൊരു എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുമല്ലോ. അതെ. പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? പ്രാഥമിക വിദ്യാഭ്യാസം തോട്ടക്കാട് ഗവൺമെന്റ് സ്കൂളിലാണെങ്കിലും അത് കഴിഞ്ഞ് ചങ്ങനാശ്ശേരി സെന്റ് ബെർഗ്മാൻസ് കോളേജിൽ ഡിഗ്രി വരെ. അതിനുശേഷം 95-ൽ മുംബൈക്ക് വണ്ടി കയറുകയാണ് ചെയ്തത് ഡിഗ്രി പഠനത്തിന് ശേഷം. എന്തായിരുന്നു മുംബൈക്ക് വണ്ടി കയറാനുള്ളൊരു സാഹചര്യം? ആക്ച്വലി മുംബൈയിൽ വന്ന് അടുത്ത ഒരു LLB പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. എൻ്റെ അമ്മാവനുണ്ടായിരുന്നു ഇവിടെ പൻവേലിനടുത്ത്. പഠിത്തത്തിന് വേണ്ടിയുള്ള സാധ്യത അനുസരിച്ചാണ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ കുറച്ച് ടൈം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ജോലിക്ക് സാധാരണ ഒരു സ്റ്റോർ കീപ്പർ ജോലിയായിട്ട് കയറി. 6 മാസത്തോളം അവിടെ ജോലി ചെയ്തതിന് ശേഷം അലിബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ കോൺട്രാക്ട് വർക്കിൽ ഞാനൊരു സൂപ്പർവൈസറായിട്ട് ജോലിക്ക് ചേർന്നു. 2002 വരെ RCFലാണ് എൻ്റെ ഈ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചതൊക്കെ. 2002 ശേഷമാണ് ഈ ന്യൂ ബോംബെയിൽ കോപ്പർ കൈർണ എന്ന സ്ഥലത്തേക്ക് അലിബാഗിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്ററോളം ഉണ്ട്. അവിടുന്ന് ഈ റിലയൻസിലേക്ക് ഒരു ജോബ് വഴി ഞാൻ ബന്ധപ്പെട്ട് ഇവിടെ വന്നത്. ഞങ്ങളുടെ അതേ കമ്പനി തന്നെ. ഞാൻ ജീവിതത്തിൽ ഒരു കമ്പനി മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ജോലി ചെയ്ത ശേഷമാണ് സ്വന്തമായിട്ട് അവിടുത്തെ എഞ്ചിനീയേഴ്സുമാരുടെയും അവിടുത്തെ ഇൻചാർജുമാരുടെയും പ്രേരണ കൊണ്ട് മാത്രമാണ് ഞാൻ സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങാമെന്ന് അവർ തന്നെ ഇനിഷ്യേറ്റ് ചെയ്തു. അവർ തന്നെ ആദ്യം ഒരു ഓർഡർ തന്നു. ആദ്യമായിട്ട് മൂലധനമൊന്നുമില്ലായിരുന്നു. ഏകദേശം ഒരു 10,000 റുപ്പീസ് ഉണ്ട് കയ്യിലൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തുടങ്ങി. ഇന്ന് ഏകദേശം 10,000 റുപ്പീസ് വെച്ചാണ് തുടങ്ങുന്നത്. ഓൺലി 10,000 റുപ്പീസ്. പിന്നെ കൂട്ടുകാരൊക്കെ സഹായിച്ചു. ആദ്യകാലങ്ങളിൽ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിരുന്നു. 2007 ശേഷം പല ചെറിയ ഓർഡറുകൾ കിട്ടാൻ തുടങ്ങി. ഇന്ന് 2024 ഒരു 6 CRന്റെ മേളിലുള്ള ഒരു ടേൺ ഓവറുള്ള കമ്പനിയിൽ ആയിട്ട് ഓടുന്നു. ഇവിടുത്തെ ഒരു വളർച്ചയിൽ മലയാളികളുടെ ഒരു പങ്കെന്താ? തീർച്ചയായിട്ടും മലയാളികൾ എപ്പോഴും നാട് വിട്ടു കഴിഞ്ഞാൽ അധ്വാനിക്കാൻ കഴിവുള്ളവരാണ്. അത് സമ്മതിക്കണല്ലേ. ഒരു വടാപ്പാവോ 2 വടാപ്പാവോ കഴിച്ചാണ് ഞങ്ങളൊക്കെ പട്ടിണി മാറ്റിയിരുന്നത്. സാറും അങ്ങനെ തന്നെയായിരുന്നു? തീർച്ചയായിട്ടും. വെറും പാവും പഴവും കൂട്ടി ജീവിച്ച എത്രയോ രാത്രികൾ. കുടുംബത്തെ കുറിച്ച് നാട്ടില്? എൻ്റെ വൈഫും തോട്ടക്കാടുകാരത്തിയാണ്. പേര് മഞ്ജു എന്നാണ്. എനിക്ക് 2 ആൺമക്കളാണുള്ളത്. മൂത്തയാള് ജസിൻ, 3ാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫാദർ അഗ്നസ് വാഷിയിൽ ചെയ്യുന്നു. നമ്മുടെ ഫീൽഡ് തന്നെയാണ്. പക്ഷെ നമ്മളാരെയും കമ്പൽ ചെയ്യുന്നില്ല. അവരുടെ ഇഷ്ടത്തിന് ജോലി ഇവിടെ തന്നെ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ പുറത്തും ചെയ്യാം. ഇളയ മകൻ അവൻ BCom കൊമേഴ്സ് ആണ് എടുത്തത്. BCom അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ചെയ്യുന്നു. ഇവിടെ നെരൂൾ സൗത്ത് ഇന്ത്യൻ കോളേജുണ്ട്, SIS എന്ന് പറയുന്ന, അവിടെയാണ് പഠിക്കുന്നത്. ഇടയ്ക്ക് ഓഫീസിൽ നമ്മളെ സഹായിക്കാനൊക്കെ വരാറുണ്ട്. ഇന്ന് എത്രത്തോളം തൊഴിലാളികൾ നമുക്കിപ്പം? കാര്യം ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഇല്ലെങ്കിലും, ഞാൻ ഡിഗ്രി എക്കണോമിക്സ് ആണെങ്കിലും എഞ്ചിനീയറിംഗ് മേഖലയിൽ എൻ്റെ കൂടെ ഇന്ന് ഒരു 15ഓളം BTech എഞ്ചിനീയേഴ്സുമാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ നിയന്ത്രിക്കാനും ഒക്കെ സാധിക്കുന്നത് ദൈവകൃപ തന്നെയാണ്. കാര്യം ടെക്നിക്കലി നമ്മൾ പഠിച്ചില്ലെങ്കിലും നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. ഇവിടുത്തെ ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് എങ്ങനെ വിലയിരുത്തുന്നു ആസ് എ എൻ്റർപ്രണർ? ഗവൺമെൻറ് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ തൊഴിൽ പ്രശ്നങ്ങളോ അങ്ങനെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ നമുക്ക് ഇന്ന് വരെ നേരിടേണ്ടി വന്നിട്ടില്ല. ചില ലേബർ പ്രശ്നങ്ങളും ഒന്നും വളരെ ചിലയിടത്തുള്ള യൂണിയനുകൾ കാണും. പക്ഷേ എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കൺസ്ട്രക്ഷൻ മേഖലകളിലൊന്നും അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട്, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് പോകാമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് പോകുന്നത്. കൂടുതൽ നമുക്ക് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തുമാത്രം പണി ചെയ്യാൻ സാധിക്കുമോ, എന്തുമാത്രം വർക്ക് ചെയ്ത് അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ എന്നുമാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മുംബൈ പോലൊരു നഗരം നമ്മളെ ഒരിക്കലും കൈവിടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ, അതായത് സാറിൻ്റെ മക്കൾ ഒരു പുതിയ തലമുറയാണ്, അതുപോലെ ഒരുപാട് നമ്മുടെ കേരളത്തിൽ നിന്ന് പുതിയ തലമുറ വരുന്നുണ്ട്, അവർക്ക് കൊടുക്കാനൊരു ഉപദേശം എന്താണ്? പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറ നമ്മളെക്കാളൊക്കെ ടെക്നിക്കലി അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും നോളജ് കൂടുതലാണ്. അവർക്ക് ആ ടാലൻറ്റും ഉണ്ട്. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യാതെ ഒരു കാര്യത്തിടത്തും നമുക്ക് സാധിക്കില്ല.
കാര്യം യാത്രകൾ ചെയ്യേണ്ടി വരും. പല സമയത്തും നമുക്ക് നമ്മുടെ വീട്ടിൽ ഒക്കെ പോകാൻ സാധിക്കാതെ വരും. പല സമയത്ത് നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ. അതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. പൈസ പിന്നെ വരും, പക്ഷെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മുടെ ഒരു പേര് നിലനിർത്തുക. സംരംഭകർ എന്ന രീതിയിൽ ഇതൊക്കെയാണ് വേണ്ടത്. അതായത് നമ്മുടെ പേര് ഒരിടത്ത് മോശമായി കഴിഞ്ഞാൽ, അതായത് മാർക്കറ്റിൽ മോശമായി കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് തരുന്നവരാരും ക്രെഡിറ്റ് തരില്ല. മെറ്റീരിയൽ നമ്മൾ സോഴ്സ് ചെയ്യുന്നവർ നമ്മുടെ പേര് നിലനിർത്തിക്കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്തുകൊണ്ടും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും നമ്മുടെ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായിരുന്നാലും വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ ഈ ചെറിയ വാക്കുകൾ, ഇത് മലയാളികൾക്കുള്ള ഒരു പ്രത്യേക കഴിവാണെന്ന് തോന്നുന്നു. 2 വാക്കുകൾ കൊണ്ട് ഇത്രയ്ക്ക് അർത്ഥമൊക്കെ അല്ലേ പറയാൻ പറ്റുക. കുറച്ച് സമയം കൊണ്ട് എല്ലാ കാര്യം ജീവിതത്തിലൂടെ ഒന്ന് കറങ്ങി എല്ലാ കാര്യവും നമ്മുടെ മുന്നിൽ എത്തിച്ചു. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് അല്ലേ എനിക്ക് തോന്നുന്നു ബോംബെയിൽ വന്നത് പണ്ട് വളരെ വടപ്പാവ് കഴിച്ച കഥ വരെ നമ്മൾ കേട്ടു. അതിൽ നിന്ന് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ സംതൃപ്തനാണ്. ഇന്നൊരു റിട്ടയർമെന്റ് ലൈഫും ഫ്യൂച്ചറിൽ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ തുറന്നു പറഞ്ഞതിനും പിന്നെ ബിസിനസിനെ കുറിച്ചൊക്കെ നമുക്കിപ്പം നമ്മുടെ പ്രേക്ഷകർക്കൊപ്പം പങ്കുവച്ചതിനും ഒരുപാട് നന്ദി. ഒപ്പം അതിനകത്തൊരു വാക്കൂടെ പറയേണ്ട കാര്യം, മുകേഷ് അംബാനിയുടെ വീട്ടിൽ വർക്ക് കിട്ടുന്ന മലയാളി കോൺട്രാക്ടർമാരിൽ വിരലെണ്ണാവുന്ന ഒരു കോൺട്രാക്ടർ ആകാനുള്ള ഭാഗ്യം എനിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാണ് അത് ഇപ്പോഴും ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്, അവർക്ക് നമ്മളോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് അത് സാധിച്ചത്. ഈ ഒരു എളിയവനെ ഒരു വ്യക്തിയെ അത്രയെങ്കിലും ദൈവം ഉയർത്തിയല്ലോ. കാര്യം നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകളായിരുന്നു മുകേഷ് അംബാനി എന്നൊക്കെയുള്ള. അതിന് വീട്ടിൽ ജോലി ചെയ്യാൻ സാധിക്കുന്ന, വീട്ടിലെ കോൺട്രാക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചുരുക്കം 1-2 കോൺട്രാക്ടർമാരിൽ ഒരാളാകാൻ സാധിച്ചു, ഒരു ഭാഗമാകാൻ സാധിച്ചു. ഇനിയും ഒരുപാട് ഉയരങ്ങൾ ഫ്യൂച്ചറിൽ മുകേഷ് അംബാനിയെ പോലെയൊക്കെ മക്കളും ഉയർന്നു വരട്ടെ, നമ്മുടെ പേരും പ്രശസ്തിയും എത്തിച്ചേരട്ടെ എന്നുകൂടെ ആശംസിക്കുന്നു. താങ്ക് യു.